കത്തോലിക്ക കോൺഗ്രസ് UDF-നെ വിമർശിച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സമുദായത്തിലെ ചിലരുടെ അതൃപ്തി മാത്രമാണ് എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. എം.വി. ഗോവിന്ദന് മറുപടി കൊടുക്കലല്ല പ്രിയങ്ക ഗാന്ധിയുടെ ഉത്തരവാദിത്തമെന്നും വെൽഫെയർ പാർട്ടി വിഷയത്തിൽ മുന്നണി ഒറ്റക്കെട്ടാണ് എന്നും സതീശൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ, കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനം, നിലമ്പൂരിൽ നിന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്തു പറയുന്നു എന്നുള്ളതാണ്. അല്ല, കത്തോലിക്ക കോൺഗ്രസ് ഒന്നും വിമർശിച്ചിട്ടില്ല. അവിടെ ആരോ ഈ കാസയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആരോ അവിടെ താമരശ്ശേരി രൂപത പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. ഇതൊക്കെ ചില ആളുകൾ ഒറ്റയ്ക്ക് കൊടുക്കുന്ന സംഭവമാണ്. പിന്നെ എല്ലാ മതവിഭാഗങ്ങളും തമ്മിൽ യോജിപ്പിലൊന്നുമല്ലല്ലോ, അവരൊക്കെ തമ്മിൽ തർക്കമുണ്ടാവും. ഞങ്ങൾ ആരുമായിട്ടും തർക്കമില്ല. ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചു. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾ സ്വീകരിച്ചു. അപ്പം ഇല്ലാത്ത വിവാദം നിലമ്പൂർ എന്താ വിവാദം ഉണ്ടാകും? പിന്നെ 30 കൊല്ലം അന്ന് വെൽഫെയർ പാർട്ടി പോലും അല്ല, പണ്ട് ജമായത്ത് ഇസ്ലാമിയാണ്. ആ ജമായത്ത് ഇസ്ലാമി ആയ കാലത്ത് 30 കൊല്ലം CPM-ന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ, ഇപ്പൊ വർഗീയവാദികൾ. അത് എവിടുത്തെ ഏർപ്പാടാ? ഇപ്പൊ ഞങ്ങളിപ്പോ ശ്രീ MM ഹസൻ, അദ്ദേഹം രാജസ്ഥാനിലും വേറെ ഒരു സംസ്ഥാനത്തും CPM-നെ ജയിച്ച ആളുകള് ആ സംസ്ഥാനത്ത് അമീറിനെ പോയി നന്ദി പറയാൻ വേണ്ടി പോയ പടം ഇപ്പൊ പത്രസമ്മേളനത്തിലിട്ട് ഇന്ത്യയിലെ ഈ ഇലക്ഷനില്. അപ്പൊ CPM-ന് ഇതൊക്കെ വേറെ ആരും ഇത് ചെയ്യാൻ പാടില്ല. അവരുടെ കൂടെ നിന്നാൽ മതേതരവാദി അല്ലെങ്കിൽ വർഗീയവാദി, അത് കയ്യിൽ വെച്ചാൽ മതി. ഞങ്ങൾക്ക് പിന്തുണ കൊടുത്ത് ഞങ്ങൾ സ്വീകരിച്ചു. ഇനി മദനി തീവ്രവാദിയാണ്, ആ മദനിയെ പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറിയത് ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് PRD-യില് മറ്റേ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പുസ്തകം ഇറക്കിയാണെന്നുള്ളതാണ് CPM. തീവ്രവാദി ആയതുകൊണ്ട് ഞങ്ങൾ പിടിച്ച് തമിഴ്നാട് പോലീസിന് കൊടുത്തു. എന്നിട്ട് ആ മദനിയുടെ പാർട്ടിയുടെ പിന്തുണ CPM-നുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ ഏതാണ് മഹാത്മാഗാന്ധി വെടിവെച്ച് വന്ന ഹിന്ദു മഹാസഭ, അവരുടെ പിന്തുണ മേടിക്കാം CPM-ന്. ആ ഹിന്ദു മഹാസഭ, ആ സന്യാസി ഒരു തലയിലൊക്കെ കെട്ട് വന്ന് ഭയങ്കര വർഗീയവാദിയാണ്, ഒരു കുഴപ്പമില്ല CPM-ന്. മദനിയുടെ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കാൻ ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ചുമ്മാ വെറുതെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും വളരെ ഏർപ്പാടാണ്. ഇവിടെ പ്രിയങ്ക ഗാന്ധി 4 ലക്ഷം വോട്ടിനെ ജയിച്ചത്. ഇവിടെ മാത്രം ഈ നിലമ്പൂരിൽ മാത്രം 65,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിജയരാഘവൻ ഇവിടെ ചാർജുള്ള ആള് എന്താ പറഞ്ഞത്? അത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടിട്ടാണ്. തീവ്രവാദികളാണ് ഇവിടെ, അവർക്ക് വോട്ട് ചെയ്ത 95,000 പേരാണ് ഇവിടെ വോട്ട് ചെയ്തത്. അവർക്ക് 95,000 വോട്ട് ചെയ്തപ്പോ LDF സ്ഥാനാർത്ഥിക്ക് 29,000 വോട്ടാണ് കിട്ടിയത്. അപ്പൊ ഈ പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ വോട്ട് ചെയ്ത 95,000 പേർ തീവ്രവാദികളാണോ? പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാന്ന് പറഞ്ഞ വിജയരാഘവനാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല. ഈ മലപ്പുറം ജില്ലയിൽ മുഴുവൻ നടക്കുന്നത് തീവ്രവാദ പ്രവർത്തനമാണ്. ഇവിടെ നടക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്താണ്, ഇവിടെ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് മലപ്പുറം കേന്ദ്രമായിരിക്കുന്നത് എന്ന് 1 ഡസൻ പ്രാവശ്യം പ്രസ്താവന ഇറക്കിയ വിജയരാഘവനെ കൊണ്ടുവന്ന് ഇവിടെ ചാർജ് കൊടുത്തത് വെറുതെ അല്ല. CPM ഇത് വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ്. പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ അത് അഖിലേന്ത്യാ കോൺഗ്രസിന്റെ നിലപാട്, ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട് വ്യക്തമാക്കണം എന്നാണ് ഇന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. എം.വി. ഗോവിന്ദൻ പറഞ്ഞതിന് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് പ്രിയങ്ക ഗാന്ധി വരുന്നത്. എം.വി. ഗോവിന്ദൻ പറഞ്ഞതിന് മറുപടി ഞാനോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ DCC പ്രസിഡന്റോ പറയും. എം.വി. ഗോവിന്ദൻ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനല്ല പ്രിയങ്ക ഗാന്ധി വരുന്നത്. മുന്നണിയിൽ ഭിന്നിപ്പുണ്ട് ഈ വിഷയത്തിൽ നിന്നും കൂടെ. ഞാൻ ഒറ്റ ചോദ്യം, എം.വി. ഗോവിന്ദനെ എത്ര പ്രാവശ്യം ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പ് ജയിച്ചത്? എം.വി. ഗോവിന്ദൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും ജമായത്ത് ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയിട്ടാണ് ജയിച്ചത്. ഞാൻ തെളിവ് കാണിച്ചത്. ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ഒരിക്കലും അവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. 6 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോ 6 തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്കാണ് അവർ പിന്തുണ കൊടുത്തത്. കാരണം അന്ന് അവർ LDF-ന്റെ കൂടെ ആയിരുന്നു. പിന്നെ എനിക്ക് അവരോട് വല്ല വിരോധം. ഞാൻ അന്ന് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് LDF-ന് കൊടുക്കുന്നത്? അത് അവരുടെ ഇഷ്ടം. ഇപ്പൊ അവരതിന്റെ ലൈൻ മാറി, പൊളിറ്റിക്കൽ ലൈൻ മാറി. ഇന്ത്യയിൽ കോൺഗ്രസ് ദുർബലമായാൽ വർഗീയ ശക്തികൾ ശക്തി പ്രാപിക്കും എന്നാണ് അവരുടെ ഒരു പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ. ഈ വിഷയത്തിനകത്ത് UDF-നകത്ത് ഭിന്നതയുണ്ടോ? അത് കുറെ നാളായാലും ഇങ്ങനെ UDF ഭിന്നത എന്ന് വരുന്നത് നോക്കി. UDF ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരുമിച്ച് നിന്നാണ് തീരുമാനം എടുക്കുന്നത്. ഒറ്റ തീരുമാനം. അതൊക്കെ വെറുതെ ഇങ്ങനെ ചില ചാനലുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാനുള്ള സാധനമാണ്. അപർണ കുറുപ്പാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അപർണ, കാത്തലിക് കോൺഗ്രസിന്റെ നിലപാട് അത് ചിലരുടെ മാത്രം നിലപാടാണ് എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം, കൃത്യമായ ഒരു പ്രസ് റിലീസ് പുറത്തിറങ്ങിയിരുന്നു. അത് അവരുടെ ലെറ്റർ പാഡിൽ തന്നെയാണ് ആ
പ്രസ് റിലീസ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതിൽ കാത്തലിക് കോൺഗ്രസിൻ്റെ താമരശ്ശേരി രൂപതയുടെ പ്രസ് റിലീസാണ്. അതിന് പുറമെ ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ അദ്ദേഹമാണ് അതിൻ്റെ പ്രസിഡന്റ്. ആ പ്രതികരണവും നമ്മൾ ഇന്നലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ചിലരുടെ മാത്രം അഭിപ്രായം എന്ന് പറഞ്ഞു പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, മലപ്പുറത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പരാമർശമടക്കം ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അവിടെയാണ് മലപ്പുറത്തെക്കുറിച്ച് CPM-ൻ്റെ മറ്റ് നേതാക്കൾ പറഞ്ഞതുൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഓർത്തെടുക്കുന്നത്. അഭിലാഷ്, അതാണ് താമരശ്ശേരി രൂപത ഈ വിഷയം അറിഞ്ഞിട്ട് പോലുമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. ഇന്നലത്തെ വാർത്താക്കുറിപ്പ് അതിന്റെ പ്രസിഡന്റ് തന്നെ നടത്തിയ പ്രതികരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് പല അഭിപ്രായങ്ങളുണ്ടല്ലോ, ആ അഭിപ്രായങ്ങൾ ഒന്നാണ് വന്നിരിക്കുന്നത് എന്ന് വി ഡി സതീശൻ പറയുന്നിടത്ത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇതിനകത്ത് നിന്ന് താൻ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുമെന്ന് പറഞ്ഞ തീരുമാനത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പിറകോട്ട് പോകുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുകയാണ്. അദ്ദേഹം KPCC പ്രസിഡന്റ് അടക്കം ഈ വിഷയത്തിനകത്ത് പിന്നീട് പ്രതികരിക്കാമെന്ന് പല കോൺഗ്രസ് നേതാക്കന്മാരും ഇന്ന് രാവിലെയൊക്കെ നമ്മൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ ആ മറുപടി കൊടുത്തെങ്കിൽ വി ഡി സതീശന് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞ ആ നിലപാടിൽ നിന്ന് തരിമ്പ് പോലും പിറകിലേക്ക് പോകുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഈ പിന്തുണ സ്വീകരിക്കുന്നതിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. UDF-നകത്ത് ഒറ്റക്കെട്ടായിട്ടാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. ക്രൈസ്തവ സമുദായത്തിന് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമില്ല. സമുദായത്തിനകത്തുള്ള ചിലരുടെ പ്രതികരണങ്ങളാണ് ഈ വന്നിരിക്കുന്നത്. അല്ലാതെ താമരശ്ശേരി രൂപത ഈ വിഷയം അറിഞ്ഞിട്ടില്ല എന്നുപോലും പ്രതിപക്ഷ നേതാവ് പറയുന്നിടത്ത് ഈ തീരുമാനത്തിനകത്ത് നിന്ന് മാറ്റമുണ്ടാകുകയില്ല മുന്നണി എന്നുള്ള തന്റെ നിലപാട് വി ഡി സതീശൻ ആവർത്തിച്ചു പറയുന്നു. ഒപ്പം മലപ്പുറം പരാമർശം തന്നെ ഇതിന് മറുപടിയായിട്ടുകൊണ്ട് അവർ ഉയർത്തിപ്പിടിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് വിജയരാഘവൻ ഇവിടെ CPM-ന്റെ പ്രചാരണത്തിന്റെ ചുമതല നൽകി? പലപ്പോഴായിട്ട് തീവ്രവാദ ബന്ധമുണ്ട് മലപ്പുറത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. തീവ്രവാദികളുടെ വോട്ട് കൊണ്ട് മലപ്പുറത്ത് ജയിച്ചു, മലപ്പുറത്തെ വോട്ട് പിടിച്ചു എന്ന് പറഞ്ഞ വിജയരാഘവനെ എന്തുകൊണ്ട് മലപ്പുറം ചുമതല ഏൽപ്പിച്ചു? അത് തന്നെ ഈ ഉദ്ദേശമാണ് എന്ന് പറയുന്നിടത്ത് വളരെ വ്യക്തമായിട്ട് ഇവരുടെ വെൽഫെയർ പാർട്ടി ബന്ധത്തിൽ LDF ഉന്നയിക്കുന്ന വിഷയത്തെ അതേ നാണയത്തിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റൊരു വിഷയം എടുത്തുകൊണ്ട് പ്രതിരോധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ഈ നിലപാട് വ്യക്തമാക്കണം എന്ന് MP ഗോവിന്ദൻ പറഞ്ഞതിനകത്തും വി ഡി സതീശൻ പറയുന്നുണ്ട്. അത് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. അതായത് ഇനി കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാർക്ക് ഇതിനകത്ത് ആശയക്കുഴപ്പമുണ്ടോ, ഏത് തരത്തിൽ പ്രതികരിക്കണം എന്ന് നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിനകത്ത് പറയാണ് ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പം അദ്ദേഹത്തിന് ഈ വിഷയത്തിനകത്തില്ല. മുന്നണി ഒറ്റക്കെട്ടായി ഇതിനകത്ത് നിൽക്കുകയാണ് എന്ന് പറയുന്നിടത്ത് ഇനിയാണ് KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ നമുക്ക് പിന്നീട് സംസാരിക്കാം ഈ വിഷയത്തിനകത്ത് നടൂർപ്രകാശ് അടക്കമൊക്കെ രാവിലെ ന്യൂസ് 18 പറഞ്ഞതാണ്. ആ തരത്തിൽ ഇനി വരുന്ന പരാമർശങ്ങൾ ഏതാണ്? അല്പസമയത്തിനകം KC വേണുഗോപാലും വാർത്താ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. അതുകൂടി നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മുന്നണി ഈ വിഷയത്തിനകത്ത് മാറുന്നില്ല. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ വ്യക്തമായിട്ട് പറയുന്നു. വി ഡി സതീശൻ തന്നെ അത് പറഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിൻവാങ്ങലിലേക്കോ അല്ലെങ്കിൽ ഒരു മറിച്ച് ഒരു ചിന്തിക്കലിലേക്കോ മുന്നണി കടക്കുന്നില്ല എന്നുള്ളതാണ്. അത് വി ഡി സതീശന്റെ നിലപാട് മാത്രമാണോ മറ്റ് കോൺഗ്രസ് നേതാക്കൾ? അവിടെ സതീശന്റെ മറുപടിയിൽ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത് കാത്തലിക് കോൺഗ്രസിന്റെ വിമർശനം എന്നത് അത് രൂപതയുടേതല്ല, അത് കാസ ബന്ധമുള്ളവർ എന്ന് പറയുമ്പോൾ അത് ഗൗരവമായി തന്നെയാണല്ലോ കാണേണ്ടത്. അതായത് കാസ നമുക്കറിയാം തീവ്രമായ നിലപാട് സ്വീകരിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിന്റെ ഭാഗമാണ് കാസ എന്നത്. അത് കാസയുടെ റിലീസ് ആണ് എന്ന് പറയുമ്പോൾ അതിൽ രൂപതയുടെ ഭാഗത്ത് നിന്ന് ഇനി പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടല്ലോ. അതായത് സതീശൻ തള്ളിക്കളയുകയാണ്, അത് രൂപതയുടേതല്ല എന്ന് പറയുമ്പോൾ അത് രൂപതയുടേതായിരുന്നു എന്നതിൽ ഒരുപക്ഷെ രൂപത കുറച്ചുകൂടി വ്യക്തത വരുത്തുവാനുള്ള സാധ്യതയാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും അഭിലാഷ്, കാരണം അത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു പരാമർശം കൂടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിരിക്കുന്നത്. രൂപത ഈ വിഷയം അറിഞ്ഞിട്ട് പോലുമില്ല, എല്ലാ സമുദായത്തിലും ഉണ്ടല്ലോ ഇത്തരം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നിടത്താണ് ഇത് കാസ നടത്തിയിരിക്കുന്ന പ്രതികരണമാണ് എന്ന് പറയുന്നത്. അതായത് ഈ പ്രതികരണം നടത്തിയവർ, പരാമർശം നടത്തിയവർ താമരശ്ശേരി രൂപതയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ളതല്ല എന്ന് പറയുന്നിടത്ത് കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് LDF നടത്തുന്ന പ്രചാരണത്തെ ഒറ്റയടിക്ക് തള്ളിക്കളയുക കൂടിയാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ പന്തിനിയുള്ളത് താമരശ്ശേരി രൂപതയുടെ കോർട്ടിലാണ്. ഈ പ്രതികരണം രൂപതയുടെ ആണോ, അത് രൂപതയിലെ ചില അഭിപ്രായ വ്യത്യാസമുള്ള ചിലരുടേതാണോ, കാസ് നടത്തിയ പ്രതികരണമാണോ, ഈ പ്രസിഡന്റിന്റെ പരാമർശം ഇതാരെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഈ പന്ത് നേരെ രൂപതയുടെ കോർട്ടിലേക്ക് ഇട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഈ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിനകത്ത് മറ്റൊരു വഴിത്തിരിവിലേക്ക് കൂടി ഈ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു പ്രതിപക്ഷ നേതാവിന്റെ നമ്മളോടുള്ള പ്രതികരണം. KP അഭിലാഷ്.
യെസ്, അതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട, അതായത് തെരഞ്ഞെടുപ്പ് പോര് കൂടുതൽ മൂർച്ഛിക്കുകയാണ്, വാദപ്രതിവാദങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ്. പ്രതിപക്ഷ നേതാവ് CPM-ന്റെ വിമർശനങ്ങൾക്ക് ന്യൂസ് 18-ലൂടെ മറുപടി നൽകുന്ന സാഹചര്യമുണ്ടാകുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ പോര് കുറച്ചുകൂടി കടുക്കുകയും ചെയ്യും.